പ്രിയമുള്ളവരെ, വാസ്തവികം യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളുമായി പങ്കുവയ്ക്കാൻ ഉദ്ദേശിക്കുന്നത് കിണറിൻ്റെ സ്ഥാനം എവിടെ വേണം എന്നുള്ളതിനെ സംബന്ധിച്ചാണ്. ഇത് സംബന്ധിച്ച് പല ആളുകൾക്കും സംശയങ്ങളുണ്ട്. ആ സംശയങ്ങളെ ദൂരീകരിക്കുന്നതിന് വേണ്ടിയാണ് ഇതുപോലൊരു വീഡിയോ ചെയ്യുന്നത്. ഞാനിവിടെ ഈ ചിത്രത്തിൽ കാണിച്ചിരിക്കുന്നത് പോലെ വീടിൻ്റെ നീളത്തെ 3 ഭാഗിച്ചിട്ട് അതിൽ വടക്ക് കിഴക്ക് ഭാഗത്ത് വരുന്ന 1/3 ഭാഗത്ത് കിണറാവാം. അതേപോലെ തന്നെ വീതിയെ വടക്ക് വശത്തെ വീതിയെ നമ്മൾ 3 ഭാഗിച്ചിട്ട് അതിൻ്റെ ആദ്യ ഭാഗത്ത് വളരെ ഉത്തമമായ ഒരു സ്ഥാനവും 2 ഭാഗങ്ങളും നമുക്ക് വേണമെങ്കിൽ കിണറിൻ്റെ സ്ഥാനമായി നടത്തുന്നതിന് വേണ്ടി ഉപയോഗിക്കാം. അതേപോലെ വടക്ക് കിഴക്ക് ഭാഗത്തു നിന്നും തെക്ക് പടിഞ്ഞാറ് ഭാഗത്തേക്ക് ഒരു കർണം വരച്ചാൽ ആ കർണത്തെ വേദിച്ചുകൊണ്ട്, നമ്മൾ ഈ ചിത്രത്തിൽ കാണിച്ചിരിക്കുന്നത് പോലെ കർണത്തെ വേദിച്ചുകൊണ്ട് കിണർ ചെയ്യുവാൻ പാടില്ല. അതുപോലെ തന്നെ വീടിൻ്റെ ഭിത്തി വേദിച്ചുകൊണ്ട് കിണർ ചെയ്യാൻ പാടില്ല എന്നാണ് വാസ്തുശാസ്ത്ര ഗ്രന്ഥങ്ങളിൽ പറയുന്നത്. അതേപോലെ തന്നെ ഏറ്റവും മോശമായ ഒരു സ്ഥാനമാണ് അഗ്നികോണിൽ കിണർ നിർമ്മിക്കുക എന്നുള്ളത്. പല വീടുകളിലും ഈ അഗ്നികോണിൽ കിണർ വരുന്നത് കൊണ്ടുണ്ടായിട്ടുള്ള ദുരിതങ്ങൾ നമുക്ക് നേരിൽ ബോധ്യപ്പെട്ടിട്ടുള്ളതാണ്. ഈ ഏറ്റവും മോശം ഭാഗം അഗ്നികോണാണ്. അതിന് ഒറ്റ വാക്കിൽ പറഞ്ഞാൽ, അഗ്നിയെ ജലം എന്താണ് ചെയ്യുക എന്ന് പറഞ്ഞാൽ കെടുത്തിക്കളയുവാണ്. നമ്മുടെ അനുഭവത്തിലും അത്തരം ചില കാര്യങ്ങളാണ് ഉണ്ടാവുന്നത്. അഗ്നികോണിൽ കിണറുള്ള വീടുകളിലെല്ലാം വളരെ മോശമായിട്ടുള്ള ചില അനുഭവങ്ങളാണ് ആ വീട്ടുകാർക്ക് നേരിടേണ്ടി വരുന്നത്. അതിനാൽ തന്നെ അഗ്നികോണിൽ കിണർ കുത്തുന്നത് വളരെ മോശമായ ഒരു സ്ഥാനമാണ്. അതിന് ആളുകൾ ചെയ്യാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലത് എന്നാണ് ഈ അവസരത്തിൽ പറയാനുള്ളത്. ഒരിക്കൽ കൂടി പറയാം. വീടിൻ്റെ നീളത്തെ 3 ഭാഗിച്ച് 1/3 ഭാഗത്ത് കിഴക്ക് വശത്ത് കിണറാവാം. വീടിൻ്റെ വീതിയെ വടക്ക് വശത്താണെങ്കിൽ 3 ഭാഗിച്ച് 2 ഭാഗത്ത് കിണറാവാം. അതിൽ ആദ്യം വരുന്ന 1/3 ഭാഗം അത്യുത്തമമായിട്ട് വേണമെങ്കിലും നമുക്ക് സ്വീകരിക്കാവുന്നതാണ്. കിഴക്ക് ഭാഗത്തിൻ്റെ മധ്യത്തിൽ കിണർ പാടില്ല എന്ന് വാസ്തുശാസ്ത്ര ഗ്രന്ഥങ്ങളിൽ പ്രതിപാദിച്ചിട്ടുണ്ട്. അതേപോലെ പടിഞ്ഞാറിൻ്റെ മധ്യമമായി സ്വീകരിക്കാമെന്നും ചില പുസ്തകങ്ങളിൽ പറയുന്നുണ്ട്. മധ്യമമായി സ്വീകരിക്കാം. പക്ഷേ അത് പലപ്പോഴും നമ്മുടെ കേരളീയർ സമൂഹത്തിൽ അങ്ങനെ ഒരു രീതി കാണുന്നില്ല. ഏറ്റവും പ്രധാനമായിട്ടും നമ്മൾ ആദ്യം പറഞ്ഞതുപോലെ തന്നെ വടക്ക് കിഴക്ക് ഭാഗത്ത് കർണങ്ങളും ഭിത്തിയെയും വേദിക്കാത്ത രീതിയിൽ ഈ കാണിച്ചിരിക്കുന്ന സ്ഥാനങ്ങളിൽ കിണർ കുത്താം, അല്ലെങ്കിൽ കിണർ നിർമ്മിക്കാം എന്നാണ് ഈ വീഡിയോയിലൂടെ ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാൻ ഉദ്ദേശിക്കുന്നത്. മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നതുവരെ എല്ലാവർക്കും നമസ്കാരം.